പത്തരമാറ്റിലാണെങ്കിൽ അനിയുടെയും നന്ദുവിൻ്റെയും വിവാഹം നടത്താൻ നയന അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അനിയാണെങ്കിൽ തനിക്ക് നിശ്ചയമൊന്നും വേണ്ട എന്നും തനിക്ക് ഈ വിഷയത്തോട് താല്പര്യമില്ല എന്നും പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ അനിയുടെ കൂടെ നിൽക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ജാനകിയാണെങ്കിൽ വളരെയധികം പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ബുദ്ധിമുട്ടുകളും ആ സമയത്ത് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ഈ വിവാഹ നിശ്ചയമെങ്ങാനും നിർത്തിവെച്ചാൽ, മുടങ്ങിപ്പോയാൽ താൻ പിന്നെ ഒരിക്കലും നിന്നെ അമ്മയായി ഉണ്ടാകില്ല എന്ന് പറയുന്നുണ്ട്. അതേസമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, അവൻ്റെ മനസ്സിലുള്ളതല്ലേ പറഞ്ഞത് ജാനകി, നീ വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കാനായിട്ട് നിൽക്കണ്ട, അവൻ്റെ മനസ്സിലും ഉണ്ടാകില്ലേ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഒടുവിൽ മുത്തശ്ശൻ അനിയുടെ ഭക്ഷ്യത്തേക്ക് നിൽക്കുന്നു. ഇതേസമയം അച്ഛൻ എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ, പക്ഷേ ഇവളുടെ അനിയത്തിയെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരിക്കലും കഴിയില്ല, സാധിക്കില്ല, എൻ്റെ മരുമകളാക്കാനായിട്ടും കഴിയില്ല എന്ന് പറയുന്നത് കാണാം. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ ഫാനിൽ കെട്ടിത്തൂങ്ങിച്ചാകും എന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ജാനകി പോവുകയാണ്. ഇവിടെയാണെങ്കിൽ നമ്മുടെ ജലജയെയും അവന്തികയെയും കാണാനായിട്ട് മുത്തശ്ശൻ എത്തുകയാണ്. മുത്തശ്ശൻ എത്തിയിട്ട് പറയുന്നത് വേറെ ഒന്നുമല്ല, മോളെ ഇപ്പോൾ എന്തായാലും ഈ വിവാഹ നിശ്ചയം നടക്കുകയില്ല എന്ന് പറയുന്നു. അത് കേട്ടതും അതെന്താച്ചാ എന്ന് ജാനകിയല്ല ജലജ ചോദിക്കുന്നു. അത് പിന്നെ എനിക്ക് ഈ വിവാഹം ഇപ്പോൾ വേണ്ട എന്നാണ് പറയുന്നത്. അവന് മോളോടൊരു താല്പര്യവുമില്ല, പിന്നെ എന്ത് ചെയ്യാനാണ്. അവന് താല്പര്യമില്ലാതെ വിവാഹം കഴിച്ചിട്ട് വീണ്ടും ഒരു കലഹം നേരിടാൻ ഈ കുടുംബം തയ്യാറല്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മോള് ക്ഷമിക്കണമെന്ന് പറയുന്നതും കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എന്താ മുത്തശ്ശ ഇത്, ആദ്യം ഒരു വക്കീലിനെ കൊണ്ടുവന്നു, അത് കഴിഞ്ഞ് ആ വക്കീലിനോടുള്ള ദേഷ്യത്തിൽ അനിയേട്ടനെ എനിക്കിഷ്ടമെന്ന് പറഞ്ഞത്, ഇപ്പോൾ അതും നടക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ, മോളെ വലിയ കലഹങ്ങൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ തീർച്ചയായും ഇത് സംഭവിച്ചേ മതിയാവുകയുള്ളൂ. എനിക്ക് നിന്നെ ഇഷ്ടമല്ലെങ്കിൽ വെറുതെ എന്തിനാണ് കടിച്ചു തൂങ്ങി ജീവിതം നിൻ്റെ പാഴാക്കുന്നത് എന്ന് മുത്തശ്ശൻ ആവർത്തിക്കുന്നു. ഇതേ സമയം എന്തു ചെയ്യണമെന്നറിയാതെ അവന്തികയും ജലജയും നിൽക്കുകയാണ്. ഒടുവിൽ അവർ ജാനകിയെ എരിപിരികേറ്റുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ കനകയും ഗോവിന്ദനും പോവാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്ന ആ സമയത്ത് നമ്മുടെ ജാനകിയും കൂടാതെ തന്നെ ജലജയും കൂടിച്ചേർന്ന് നമ്മുടെ ഗോവിന്ദനെയും കൂടാതെ കനകയെയും വല്ലാതെ കുറ്റം പറയുമ്പോൾ അത് കേട്ട് സഹിക്കാൻ കഴിയാത്ത നമ്മുടെ നയനയാണെങ്കിൽ പറയുന്നുണ്ട്, ഇതുവരെ ഞങ്ങളെല്ലാവരും അനിയെയും നന്ദുവിനെയും എതിർക്കുകയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇനി ഒരിക്കലും അത് ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുന്നു. അവൻ്റെ ആഗ്രഹം എന്താണോ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുന്നു. അത് കേട്ട ജലജ പറയുന്നുണ്ട്, കണ്ടില്ലേ അവളുടെ മനസ്സിലെ ആഗ്രഹം എന്ന് പറയുമ്പോൾ, ഇതുവരെ ഞങ്ങൾ അവർ രണ്ടുപേരും ഒന്നിപ്പിക്കാതിരിക്കാൻ അനിയെയും നന്ദുവിനെയും പരമാവധി ഉപദേശിച്ചതാണ് എൻ്റെ അച്ഛനും അമ്മയും. എന്നിട്ടും നിങ്ങൾ പറഞ്ഞതെന്താണ്, ഒരു കൊള്ളിരായ്മ വർത്താനമല്ലേ, അതുകൊണ്ട് തന്നെ അവർ ഒന്നിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചിരിക്കുകയാണ് എന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയം നിങ്ങൾ കുറ്റം പറഞ്ഞതുകൊണ്ട് മാത്രമാണ് എന്ന് നയന പറയുന്നു. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താണ് നിൻ്റെ അഭിപ്രായം ആദർശ് എന്ന് ചോദിക്കുമ്പോൾ, അത് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അതായത് നയന ശരിയായ തീരുമാനമേ എടുക്കുകയുള്ളൂ. ഇത്രയും നാൾ അവളായിരുന്നു നന്ദുവും അനിയും ഒന്നിക്കുന്നതിന് വലിയ തടസ്സമായിരുന്നത്. അവളെ തന്നെയല്ലേ നിങ്ങൾ കുറ്റം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവൾ എടുത്തിരിക്കുന്ന ഈ തീരുമാനം ശരി തന്നെയാണ്. എനിക്ക് നന്ദുവിന് ഇഷ്ടമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് പറയുന്നു. കൂടാതെ തന്നെ അധികം നയനയെ പിരികേറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിരികേറ്റിക്കഴിഞ്ഞാൽ എന്തായാലും നന്ദു ഈ വീടിൻ്റെ മരുമകളായിരിക്കും. കാരണം വീട്ടിലെ എല്ലാ അവകാശവും മുത്തശ്ശൻ അവളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ പ്രേക്ഷകർക്കും എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.